സവർണിക നടി ആക്രമിച്ച കേസിൽ ആ ഒരു വിധി വന്നപ്പോൾ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ ജഡ്ജി. അവരൊരു സ്ത്രീയാണ് എന്ന പരിഗണന പോലും കൊടുക്കാതെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പലരും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ പലരും പറയുന്നുണ്ട് അതിജീവിത എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിയും അതിജീവിതയാണ്. കാരണം ഇത്രയധികം അവരെ വെർബലി ആൾക്കാർ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ പ്രോസിക്യൂഷന് നിയമോപദേശം ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ശക്തമായ തെളിവുകളെയെല്ലാം അവഗണിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു വിധിന്യായത്തെ സോഷ്യൽ മീഡിയയിലേക്ക് പലരും അതിന് ഒരുപാട് പേജുകളുള്ളതാണ്. സാധാരണക്കാർക്കൊന്നും അത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. എന്നാൽ പലരും ഒരുപാട് പേര് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹമൊക്കെ ഒരു 10ഓളം എപ്പിസോഡ് ഈ വിധിന്യായത്തെ പഠിച്ച് വിശദമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് ഇപ്പോൾ പ്രോസിക്യൂഷന് ലഭിച്ച നിയമോപദേശം എന്ന് പറയുന്നത് വെറുതെ വീണ്ടും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. സാധാരണ രീതിയിൽ അപ്പീൽ പോവുക എന്നൊരു നടപടിയല്ലേ ഉണ്ടാവേണ്ടത്. അതിന് പകരം ഇപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവർക്ക് കേസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്താണ് ജഡ്ജിയുടെ മേലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഒരു പറയുന്ന കാര്യം. ഇനിയിപ്പോൾ സർക്കാർ അപ്പീല് പോകണം എന്ന തലത്തിലേക്കാണ് നിയമ ഉപദേശം കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഈ ചേച്ചി പറഞ്ഞ പോലെ ദിലീപിനെ വെറുതെ വിട്ടു എന്നതിനപ്പുറം ബാക്കി 6 പ്രതികളായി ചിത്രീകരിക്കപ്പെട്ടവർക്ക് കൊടുത്ത ശിക്ഷയിൽ പോലും അവർ തൃപ്തരല്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്ക് ദിലീപിനെ ഈ ഒരു കേസിന് ഇപ്പൊ അപ്പീല് പോകുമ്പോൾ ദിലീപിനെ മാത്രം കേസിൽ അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടു എന്ന കേസിനല്ലല്ലോ അപ്പീൽ പോകുന്നത്. ഇരയ്ക്ക് നീതി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ചേച്ചി പറഞ്ഞു ജഡ്ജി ഉൾപ്പെടെ അതിജീവതയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നുണ്ട് ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. മറുവശത്ത് മറ്റൊരു വിഭാഗം പറയുന്നു യഥാർത്ഥ ഇര ദിലീപായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ തെളിവുകൾ വളരെ ശക്തമായിരുന്നില്ല എന്ന് ഒരു പക്ഷം പറയുമ്പോൾ മെമ്മറി കാർഡ് അടക്കമുള്ള തെളിവുകൾ ശക്തമായിരുന്നു, അത് കോടതി പരിഗണിക്കാഞ്ഞതാണ് എന്ന് മറ്റൊരു വാദമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായും അപ്പീൽ പോകുന്നത്. ഈ ജഡ്ജിയുടെ മേൽ പറയുന്നത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അല്ല, മെമ്മറി കാർഡ് തുറന്നിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് മെമ്മറി കാർഡ് എഡിറ്റ് ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. എന്നാൽ അതിൻ്റെ വിശദമായ ശാസ്ത്രീയ പരിശോധനയിൽ അത് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ്. അല്ലാതെ ഈ ഒരു ഫയലിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നത്? അതിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അതിന്റെ പേരിൽ അപ്പീൽ പോകുന്നു. അത് സ്വാഭാവികം. നമ്മൾ ഇതിനു മുന്നേ ദിലീപിന്റെ വാർത്ത അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ട ദിവസവും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് സ്വാഭാവിക നടപടിയാണ് ഇനി അപ്പീൽ പോവുക എന്നുള്ളത്. ഇപ്പൊ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് സത്യത്തിൽ ജഡ്ജ് ചെയ്യേണ്ടത് ഞാനോ ചേച്ചിയോ അല്ല, ഇരയാണ് ചിന്തിക്കേണ്ടത്. നീതി ലഭിച്ചോ, എനിക്ക് നീതി കിട്ടിയോ എന്ന് ചിന്തിക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിന്റെ അകത്ത് ദിലീപിനെ വെറുതെ വിട്ടു, ദിലീപിനെ അങ്ങനെ വെറുതെ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അല്ല, അത് ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ജഡ്ജിയെ ഇതുപോലെ ബ്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ അവർക്കത് വാദിച്ച് അത് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ ആരുടെയും പക്ഷം ചേർന്ന് പറയുന്നതല്ല. ഇങ്ങനൊരു വിധി വന്നു, വിധിയെക്കുറിച്ച് നിരവധി പേർ അവരവരുടെ വായിച്ചവർ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നത് അതെല്ലാം വായിച്ചിട്ടുള്ള അറിവാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കെല്ലാം ശിക്ഷ നൽകിയിട്ടുണ്ട്. അതിലുപരി ദിലീപ് ഗൂഢാലോചനയിൽ പങ്കാളിയാണ്, ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ തെളിയിക്കാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ അവിടെ ഒരു തെളിവ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ജഡ്ജി അത് പരിഗണിക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ അതിന് ശക്തമായ തെളിവില്ലാത്തല്ല. മറുവാദം പറയുന്നത് തെളിവുകൾ ശക്തമായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾ കൊടുത്ത തെളിവുകൾ കോടതി അംഗീകരിച്ചില്ല, അത് പരിഗണിച്ചില്ല എന്നുകൂടി അവർ പറയുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി സ്വാഭാവിക നടപടിയാണ് അപ്പീൽ പോവുക എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിഭാഗം ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദിലീപ് തെറ്റുകാരനാണോ അല്ലയോ എന്ന്. ഞാൻ അതിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല. കാരണം നമ്മൾ വെറും കാഴ്ചക്കാരാണ്, നമുക്കങ്ങനെ ഒരു പക്ഷം പറയാൻ കഴിയില്ല ദിലീപ് തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ പൾസർ സുനി എന്ന ആ പ്രതി അതിൽ നേരിട്ട് ഇൻവോൾവ് ആണ്. അതിൻ്റെ തെളിവുകളെല്ലാം ശക്തമായി തന്നെ ഉണ്ട്. ഈ ഇരയായ അതിജീവിത തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുമുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൾസർ സുനി കുറ്റം ചെയ്തു, അയാൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയും. ഇപ്പം അയാൾക്ക് കൊടുത്ത ശിക്ഷയിൽ അത് കുറഞ്ഞുപോയി എന്നൊരു അഭിപ്രായമുണ്ട് എങ്കിൽ ഓക്കെ, അത് അതിജീവിതയ്ക്ക് അത് അങ്ങനെയാണ് ഒരു അഭിപ്രായമെങ്കിൽ അവർ അപ്പീൽ പോകാം. പക്ഷേ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇപ്പം അയാൾ ആ ഗൂഢാലോചന അയാൾ പങ്കാളി അല്ല എങ്കിൽ, ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അയാൾ ഇര തന്നെയല്ലേ ആണ്. എന്താണ്, ദിലീപ് ഇതിൽ തെറ്റുകാരനല്ല, ദിലീപിന് യാതൊരു പങ്കുമില്ലെങ്കിൽ ദിലീപ് വേറെ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ചേച്ചി, സാധാരണഗതിയിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ദിലീപ് ആണോ അല്ലയോ അതോടെ നിൽക്കട്ടെ, തെറ്റുകാരനാണ് എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ദിലീപിന് അനുകൂലമായി ഇത്തരത്തിലൊരു വിധി ഉണ്ടാവുകയും ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി വിധി വന്നു. എന്നിരുന്നാൽ പോലും മലയാളികളുടെ മനസ്സിൽ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മൾ എടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും അല്ലെങ്കിൽ ഭൂരിഭാഗം മലയാളികളും എടുക്കുന്ന ഒരു നിലപാടുണ്ട്, തങ്ങൾ എന്നും ഇരയ്ക്കൊപ്പമാണ്. തങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ ദിലീപ് തെറ്റുകാരനല്ല എന്ന് പൂർണ്ണമായും ഇതുപോലെയല്ല, സുപ്രീം കോടതിയിൽ പോയി ഒരു തെളിവുമില്ല എന്നും ഗൂഢാലോചന നടത്തിയ മറ്റൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ആ വ്യക്തിയെ കൊണ്ട് മുമ്പ് നിർത്തിയാലും കേരളത്തിലെ ഒരു വിഭാഗം പറയും ദിലീപ് തെറ്റുകാരനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, ഒരിക്കലും ദിലീപിനെ അംഗീകരിക്കില്ല. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു മനസ്സിന്റെ പ്രത്യേകതയാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആദ്യം അതിജീവിതം ആവശ്യപ്പെട്ടിരുന്നു ജഡ്ജിയെ മാറ്റണമെന്ന്. പക്ഷെ അതിന് കേൾക്കുന്നത് അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടില്ലായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അതിലൊരു നിഗൂഢതയല്ലേ ഉള്ളത്? അതിലൊരു നിഗൂഢതയുണ്ട്. ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റുമായി കാഷ്വൽ സംസാരിച്ചപ്പോൾ ഈ ദിലീപിന്റെ വിഷയം സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിച്ചു? ഞാൻ നല്ല പറയും. അപ്പോൾ ആ അതൊരു ലേഡിയായിരുന്നു, പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു കേസ് ഉണ്ടോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല. കാര്യം ഒരു സാങ്കല്പിക ഇരയാണ്, അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്നത് താൻ സ്വയമേ എടുത്തണിഞ്ഞ ഒരു വേഷമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചേച്ചി പറഞ്ഞ പോലെ നമ്മളെ ഒരാൾ കയ്യിൽ പിടിക്കുമ്പോൾ ആ വക്കീൽ എന്നോട് പറഞ്ഞതാണ്, കയ്യിൽ പിടിക്കുമ്പോൾ ചുമന്നിരിക്കും, അല്ലെങ്കിൽ അവിടെ മാർക്കുണ്ടാകും, അതൊന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും ബലപ്രയോഗം നടന്നു എന്നല്ലേ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ഭിന്ന അഭിപ്രായം എനിക്കുള്ളത്, ചേച്ചി ഇപ്പോൾ ഒരാളെ ഇരയാക്കപ്പെട്ടു, ചിലപ്പോൾ അന്ന് തന്നെ പരാതി കൊടുക്കണമെന്നില്ലല്ലോ. ആ ഒരു വിഷയത്തിൽ, ആ ഒരൊറ്റ കാര്യം കയ്യിൽ പിടിച്ചു, അടയാളമില്ല, അതുകൊണ്ട് അവരിരയല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇന്ന് റേപ്പ് ചെയ്യപ്പെട്ടാൽ ഒരു റേപ്പ് ഭയങ്കരമായി ട്രോമ ഉണ്ടാകുന്ന തരത്തിൽ, ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആവാത്ത തരം റേപ്പുകളാണെങ്കിൽ അവർ അന്ന് തന്നെ പരാതി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ അവർ പിന്നീട് ആലോചിച്ച് ഒരുപാട് പേരെടുത്ത് ചിന്തിച്ച് ആലോചിച്ചിട്ടായിരിക്കില്ലേ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഇത് ഇര എന്ന വേഷം അവരെടുത്ത് ധരിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ദിലീപിന്റെ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത് ദിലീപ് കോടതിയെ സ്വാധീനിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് അനുകൂലമായൊരു വിധി ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പീൽ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പീൽ പോയി തെളിയണം. ദിലീപാണ് ഇരയെങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായി പുറത്തു വരിക തന്നെ വേണം. മറിച്ച് ദിലീപ് തെറ്റുകാരനാണ് എങ്കിൽ ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കുകയും വേണം. ഇതല്ല, ദിലീപ് തെറ്റുകാരനുമല്ല, ഇരയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഏതാണ്? ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമാണല്ലോ. ദിലീപ് അല്ലെങ്കിൽ മറ്റൊരാളാണ്, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇരയ്ക്ക് നീതി ലഭിക്കൂ. അല്ല, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നതാണല്ലോ പ്രമാണം. അത്രേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.